PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി യുവമോർച്ച സംസ്ഥാനത്തെ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ക്രമക്കേട് നടത്തിയ ഉദ്യോഗാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, യുവമോർച്ച ഒരടി പോലും പിന്നോട്ടില്ല, ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആര്യശ്രീ, സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭത്തിലാണ് യുവമോർച്ച ഒരുങ്ങുന്നത്. PSC ക്രമക്കേടുകൾ, വിവിധ തരത്തിലുള്ള ക്രമക്കേടുകൾ PSC നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ LPST റാങ്ക് ഹോൾഡേഴ്സ് സമരവുമായി നിൽക്കുന്നു. LPST റാങ്ക് ഹോൾഡേഴ്സിന് അവർക്കൊപ്പം നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ക്രമക്കേടുകളിൽ അന്വേഷണം വേണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് യുവമോർച്ച കടക്കുന്നത്. ഇന്ന് മുതൽ 8-ാം തീയതി വരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരസ്ഥലത്താണ്. കഴിഞ്ഞ 30 ദിവസത്തിലധികമായി ഇവരിങ്ങനെ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് യാതൊരു നീതിയും ഉറപ്പാക്കുന്നില്ല. യുവമോർച്ച അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്ന് ഈ സമരക്കാർക്ക് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അവരെ ഇപ്പോൾ 30 ദിവസം പിന്നിടുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. ശരിയാണ്. നമുക്ക് അവർ ആ ഒരു ലെറ്റർ എന്താണോ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അത് രേഖാമൂലം അതും എഴുതി തരാമെന്നല്ലാതെ അതിൽ 2 മാസം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു വ്യക്തത അതിൽ കിട്ടിയിട്ടില്ല. ഒരു വ്യക്തതയില്ലാതെ ഈ 7 ദിവസം പട്ടിണി കിടന്ന ടീച്ചറോട് എന്ത് മറുപടി പറയും? അവരൊരു അമ്മയല്ലേ ഈ തെരുവിലിങ്ങനെ കിടക്കുമ്പോൾ. അപ്പം നമ്മൾ സമരം മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഒരു ലെറ്റർ മാത്രമാണ് നൽകിയത്. അതും ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ലെറ്ററാണ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ചെയർമാൻ അടക്കമുള്ളവർ ലക്ഷക്കണക്കിന് രൂപ വാങ്ങുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സമീപനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. മറുഭാഗത്ത് ഇവർക്ക് ഇത്തരം ഈ റാങ്ക് ഹോൾഡേഴ്സ് അടക്കമുള്ളവരെ പ്ലേസ് ചെയ്യാൻ നിലവിൽ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം പറയുകയും ചെയ്യുന്നു. ഈ നടപടികളെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ച പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് തന്നെയാണ് പ്രതിഷേധം നടക്കാൻ പോകുന്നത്. വരുന്ന ഇന്നു മുതൽ എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലും കേന്ദ്രീകരിച്ചും പ്രതിഷേധം നടക്കും. അതോടൊപ്പം തന്നെ 8-ാം തീയതി തിരുവനന്തപുരത്തേക്ക് വരും. തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിന് മുന്നിലും പ്രതിഷേധ സമരം ഉണ്ടാകുമെന്നാണ് യുവമോർച്ച അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ PSCയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് യുവമോർച്ച പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരം, ആ സമരത്തെ ന്യായമായ സമരമാണ്. അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട്, മാർച്ചിൻ്റെ ഭാഗമായിട്ട്, പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്നു. നിലവിൽ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ സമരം ശക്തമാക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ PSCയിലെ ക്രമക്കേടുകൾ, അതിന് അന്വേഷണം വേണം. അന്വേഷിച്ചുകൊണ്ട് തന്നെ ക്രമക്കേട് PSC ചെയർമാനിലേക്ക് അടക്കം നിലവിൽ അന്വേഷണം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് ശിക്ഷാ നടപടിയിലേക്ക് കടക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാത്ത പക്ഷം കൂടുതൽ സമരം ശക്തമാക്കുമെന്നും യുവമോർച്ച അറിയിക്കുന്നു. ശരി, വ്യക്തമാണ്. PSC പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി യുവമോർച്ച സംസ്ഥാനത്തെ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.